ചെറിയ ഉരുളകളാക്കി പ്ലേറ്റിലോട്ട് വെക്കാം. പണ്ട് അത് ആട്ടുകല്ലെല്ലാം മിക്സിയിലൊന്നും അരപ്പിക്കത്തില്ല, അമ്മിക്കല്ലിൽ തന്നെ അരയ്ക്കാൻ പറയും. അതിനകത്ത് ജീരകവും തേങ്ങയും ഉപ്പും ഈ നല്ല നാടൻ പുഴുക്കലരി, ചുമന്ന അരി അതെല്ലാം ഇട്ട് തലേന്ന് രാത്രിയിലെ കൊഴുത്ത് വെച്ചേക്കും. എന്നിട്ട് രാവിലെ അടുത്ത് അരയ്ക്കാൻ തരും. എന്നിട്ട് അത് വെച്ച് ഞങ്ങൾക്ക് ഇതേപോലെ ചെറിയ ബോളാക്കി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരും. ആ ഓർമ്മ കൊടുക്കാൻ വേണ്ടി ഇന്ന് ഞാനിത് അമ്മിക്കല്ലിൽ അരച്ചെടുത്ത് നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി റെഡിയാക്കുക. ഇതേപോലെ ചെറിയ ഉരുളകളാക്കി നമുക്കതെല്ലാം ഒന്ന് റെഡിയാക്കി. ഇതിന് 1 ഗ്ലാസ് പഴം റൈസ് ഈ ബൗളിലോട്ടിടെ വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാനായിട്ട് വെക്കണം. അരി കുതിർന്നു. ഈ അരിയും 1 മുറി തേങ്ങയും 1 സ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇടണം. അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല വൃത്തിയായിട്ട് അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കത് വൃത്തിയായിട്ട് അരച്ചെടുക്കാം. ഓക്കെ, ആ മാവ് നമ്മൾ അമ്മിക്കല്ലിൽ നല്ല വൃത്തിയായിട്ട് അരച്ച് ഉരുട്ടി എടുക്കും. ചെറിയ ഉരുളകളാക്കാം. നമുക്ക് കുഞ്ഞു ഉരുള ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഓക്കെ, ചെറിയ ഉരുളകളാക്കി പ്ലേറ്റിലോട്ട് വെക്കാം. പണ്ട് നമ്മുടെ വല്യമ്മച്ചിമാർ റെഡിയാക്കി തന്ന കൊളക്കട്ട. ഈ ഉരുട്ടിയ മാവുണ്ടല്ലോ, അത് നമുക്ക് ഈ കറുത്ത എള്ളിനകത്ത് റോൾ ചെയ്യണം, മാറ്റി വെക്കാം, ഉരുട്ടി വെക്കാം. ഇതുണ്ട്, അത് എള്ളും കൂടെ ചേർത്ത് ഉരുട്ടി വെച്ചു. ഈ പാത്രത്തിലോട്ട് നമ്മൾ ഈ കല്ല് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്, അതൊരു 3/4 സ്പൂണോളം ഉണ്ട്, അതിട്ട് കൊടുക്കാം. ശർക്കര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടാം. ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഈ ശർക്കര അങ്ങ് അലിയും. ഒന്ന് തിളയ്ക്കട്ടെ. ഇതേ ആ പാനി തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ അതിൽ മുട്ടാതെ ഇട്ട് കൊടുക്കാം. വൈറ്റ് കളർ വേണമെങ്കിൽ പഞ്ചസാര ചേർക്കണം. ഓക്കെ, ഞാൻ പഞ്ചസാരയേക്കാൾ ഇഷ്ടപ്പെടുന്നത് ശർക്കര ആയതുകൊണ്ടാണ് ശർക്കര ഇട്ടത്. കളർ വ്യത്യാസം കാണുമെന്നേ ഉള്ളൂ, ടേസ്റ്റ് ഇതായിരിക്കും. ഈ ഉരുളകളെല്ലാം നമുക്ക് അതിനകത്തോട്ട് ഇടാം. ഇതേ ഉരുളകളെല്ലാം നമ്മൾ അതിൽ ഇട്ട് 1 പൊടിക്ക് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുകൊണ്ട് ആ ജ്യൂസ് കുറുകി തുടങ്ങി. ഈ ജ്യൂസ് കൂടെ ചേർത്താണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഗ്യാസ് അങ്ങ് ഓഫാക്കാം. ദേ കുറുകണം, ആ ജ്യൂസ് കുറുകി തുടങ്ങി. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പഴയകാല ഓർമ്മ പുതുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പാനിയോടുകൂടിയ കൊളക്കട്ട. നമ്മുടെ പാനിയോടുകൂടിയ കൊളക്കട്ട റെഡി. പഴയകാല ഓർമ്മ പുതുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പാനിയോടുകൂടിയ കൊളക്കട്ട. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊളക്കട്ട. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.